കുടിയേറ്റ കാലത്തുപോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് ചിന്നക്കനാൽ BL ഡാമിലെ കാട്ടാന ശല്യം. എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏക്കർ കണക്കിന് കൃഷിയാണ് ആനയുടെ ആക്രമണത്തിൽ നശിച്ചത്. ഇതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും കർഷകർക്കുണ്ടായി. വളരെ ദുരിതത്തിലാണ്. കാരണം ഇപ്പോൾ പകൽ സമയത്ത് പോലും തോട്ടത്തിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആന എവിടെ ഉള്ളതെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തൊഴിലാളികൾക്ക് പണിക്ക് പോകുന്നത്. അഥവാ ആന എവിടെ ഇല്ലാതെ ആർക്കും അറിയത്തില്ലെങ്കിൽ അന്നത്തെ പണിക്ക് പോകുന്നില്ല. കാരണം തൊഴിലാളികൾക്ക് പണിയില്ല. ആന എങ്ങനെ ഏലമെല്ലാം അടിച്ച് നശിപ്പിച്ച് കളയാം. മറ്റ് കൃഷി ചെയ്യാൻ ഇവിടെ വേറെ ഒരു മാർഗ്ഗമില്ല. ഏല മാത്രമേ ഇവിടെ കൃഷി ആ കാലാവസ്ഥ അനുകൂലമൊക്കെ ഉള്ളൂ. നേരത്തെ ഇഞ്ചി കൃഷിയൊക്കെ ആയിരുന്നു. ഇഞ്ചി കൃഷി ഇല്ലാതായി. ഏല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആന കന്നാലി തിരുന്ന പോലെ വന്ന് തില്ലുക. നേരത്തെയൊക്കെ ആന വന്ന ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് രാവിലെ പോകുന്നു. ഇപ്പോൾ പോവില്ല. വന്നോട്ട് തന്നെ നിൽക്കുക. അതുപോലെ 7 മണിക്കൊക്കെ പാൽ മേടിക്കാൻ പോയ സ്ത്രീയൊക്കെ അടുത്ത ദിവസം ഓടിച്ച് അവർ വീണ്ടും പരിക്ക് പറ്റി വന്നിരിക്കണം. ഈ 2 ആഴ്ചയ്ക്കുള്ള ഇവിടെ എല്ലാ ഭാഗത്ത് 2 ആളെ ആന മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണം. ഫോറസ്റ്റുകാർ വരും, അവർ എവിടെ ഉള്ളതെന്ന് നോക്കി കുറേ ആൾക്കാർ അവരോട് പോവും. ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ പാടില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, പാട്ട കൊട്ടാൻ പാടില്ല, കവണ വെച്ചേറ്റാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. മുൻപ് BL ഡാമിലേക്ക് എത്തിയിരുന്നത് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മൊട്ടവാലിനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ്. മതികെട്ടാനിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കുകയാണ്. കാർഷിക മേഖല വിട്ട് ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീകൾക്ക് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ஆனச்சல்லியும் பயங்கர சல்லியம். வீட்டில் ராத்திரிக்கு உறங்க முடியலை. காடெல்லாம் அடித்து நொறுக்குது. இதுக்கு எங்கிட்டாவது ஒரு ஆணையை பத்திட்டு போய் விட்டாத்தே, இல்லாட்டி இங்கே ஒரு மனுஷரும் இருக்க முடியாது. ராத்திரி மொத்தம் இங்கேதான் ஆனை. வீட்டு பக்கத்தில் இது வீடு, இது தோட்டம். எப்பயும் ராத்திரி 6 மணிலேருந்து காலையில் 6 மணி வரை இங்கே தான் கிடக்குது. பயங்கர சல்லியம். இதுக்கு ஏதாவது ஒரு ஏற்பாடு பண்ணால் நல்லது. കാട്ടാനകളെ പേടിച്ച് കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും വീട്ടുകാർക്ക് ഭയമാണ്. കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏത് നിമിഷവും കാട്ടാനകളെത്തും. ഒറ്റയാന്മാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.